ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു വാച്ചുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് 1000 എത്രയേ ഉള്ളൂ എൻ്റെ വാച്ചിൻ്റെ വില. പക്ഷെ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ 1,00,000 2,00,000 ആയിപ്പോവും. അതെ അതെ അതെ. അതാണ് പ്രശ്നം. എൻ്റെ ഈ നിറാണ് എൻ്റെ പ്രശ്നം, അതെനിക്കറിയാം. പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അവസാനം എൻ്റെ കൂടെ നടന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് മനസ്സിലായി എൻ്റെ ഒറിജിനൽ കളറാണ്. അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു, ഓഹ് നടന്ന് നടന്ന് ചേച്ചി വീണ്ടും വെളുത്തു, ഞങ്ങളൊക്കെ കറുത്തു എന്ന്. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, അതെ ചേച്ചി ഒറിജിനലാന്ന് ഇപ്പം മനസ്സിലായില്ലേ. അപ്പം തൃശ്ശൂരുകാർക്ക് ഇപ്പം എന്നെ അറിയാം നന്നായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ തെറ്റിദ്ധരിക്കപ്പെട്ട കഴിഞ്ഞ വട്ടം ഇലക്ഷൻ നിന്നപ്പോൾ മാമിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്റെ സുഹൃത്തായിരുന്നു, അനൂപ് എന്നാണ് അവന്റെ പേര്. അപ്പൊ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് ടാൻ അടിക്കുന്നുണ്ട്, ചേച്ചിക്ക് ടാൻ അടിക്കുന്നില്ല. അതെ, ഫോട്ടോഗ്രാഫേഴ്സ് അത് പറയും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി ഞങ്ങൾ ലൈറ്റ് ഇത്തിരി കുറയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എൻ്റെ നിറം ആൾക്കാർ കാണുന്നതുകൊണ്ട് എന്താ പ്രശ്നം, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാൻ പറയും, മുഖത്ത് എന്തെങ്കിലും ചെയ്യും, എൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് നോക്കും, അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്യാനും പോയിട്ടില്ല. ഞാനൊരു എന്താ പറയുക, രാഷ്ട്രീയത്തിൽ അത് പാടില്ല എന്ന് പറയും. ഞാൻ ഒത്തിരി ആൾക്കാരെ സഹായിക്കണതും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് ഒന്നും ഞാൻ കൊടുത്തില്ല. അതായത് അത് എനിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല മാം, ഇപ്പം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും 33-34 കൊല്ലമായിട്ടുള്ള സ്റ്റാഫൊക്കെയാണ്. അവര് മാമിന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം അറിഞ്ഞത് പോലും വന്ന് ജോൺ ബ്രിട്ടാസ് ആയിട്ടുള്ള അഭിമുഖത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം അത് എവിടെയും വന്നിട്ടില്ല. പക്ഷെ വേറെ 2 വയസ്സായപ്പോൾ വന്ന ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അന്ന് വരുമ്പോൾ ആൾക്ക് 10-14 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ അവരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഞാനിവിടെ ആഘോഷിക്കും, കാരണം ഇത്രയും കൊല്ലമായിട്ട് നമ്മുടെ കൂടെ വന്നതല്ലേ. ഇപ്പം ട്രിവാൻഡ്രത്തെ വീട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ കാരണം, അവർ അച്ഛൻ്റെ കൂടെ ജീവിച്ച് അവർക്ക് വേറെ ലോകം അറിയില്ല. ഒരു പ്രായമായപ്പോൾ അച്ഛൻ മരിക്കണ അവരൊക്കെ ഞാൻ അവിടെ ശമ്പളം കൊടുത്ത് ഫുഡും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് കാരണം അച്ഛനെ നോക്കിയതിൻ്റെ ഒരു നന്ദിയുണ്ട് എൻ്റെ മനസ്സിൽ. അവർ പൊന്നുപോലെ എൻ്റെ അച്ഛനെ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ഞാൻ ആരുടെ അടുത്തും ടി വിയിലും, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പക്ഷെ എന്നാൽ അത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ അതിലിടില്ല. ഞാൻ മറ്റേ കൊറോണ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ്, മൊബൈല്, ഞാൻ കുറേ മൊബൈലൊക്കെ കൊടുത്തു. എനിക്ക് ചിരി വന്നത്, വേറെ അദ്ദേഹം വന്നിട്ട് ഒരു മൊബൈൽ കൊടുത്തത് ഭയങ്കര വൈറലായി. അപ്പം എല്ലാവരും എൻ്റെ ചേച്ചി എത്ര, അപ്പം ഞാൻ പറഞ്ഞു, ഒരാളുടെ ദാരിദ്ര്യം നമ്മൾ മുതലാക്കരുത്, പാവപ്പെട്ട കുട്ടികളല്ലേ വന്ന് ഇതാക്കണേ. ഞാൻ കൈ കൊണ്ട് തൂക്കിയിട്ട് എൻ്റെ കൂടെ ഒരു സ്റ്റാഫും കൂടിയിട്ട് ഓണ സമയത്ത് ഞാൻ കോളനികളിൽ കിറ്റ് കൊടുക്കാൻ പോകും. ഞാൻ തന്നെ പൈസ, എൻ്റെ കയ്യിൽ തന്നെ പൈസ. എല്ലാവരും അല്ല, ഞാൻ പൈസ, എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസയാണ്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സാമ്പത്തിക സ്ഥിതിയിലെ വീട്ടിലെയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ മുഴുവൻ ഇത് അടി കൂടെ പാവങ്ങൾക്ക് എടുത്ത് കൊടുക്കും എന്ന് പറയും തമാശയ്ക്ക്. അതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് തൃശ്ശൂരുകാരെ അതുകൊണ്ടായിരിക്കും ഈ എത്ര ചവിട്ടിയും കുത്തി ഞാൻ എന്നെ 900 വോട്ടിനെ തോൽപ്പിക്കാൻ പറ്റിയുള്ളൂ അവർക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ കഴിയുമ്പോൾ ജനങ്ങൾ എന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും അതൊക്കെ സത്യം. പക്ഷെ അവസാന സമയം ഇപ്പോൾ വല്ലാത്തൊരു പരിഗണന വന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. 900 വോട്ടിന് തോറ്റ സമയത്ത് വല്ലാതെ പരിഗണന ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടിന് ഞാനത് തോറ്റെ. അതെ, UDF. അപ്പോൾ അതിനീ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. അതെ, ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല നേതാക്കന്മാരുണ്ട്. ഇതിൻ്റെയൊക്കെ ട്രെയിനിൽ എന്നെ കണ്ടപ്പോൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ ഏത് പാർട്ടി, നീ അത്രയും ചവിട്ടും കുത്തും സഹിച്ചിട്ടാണ് പോയതെന്ന് എനിക്കറിയാം, നീ വേറെ പാർട്ടിയിലാണെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. അവരൊക്കെ ആ കുട്ടിക്കാലത്തുള്ള സ്നേഹമാണ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഇതിൽ. അവരൊക്കെ വിട്ടുപോകുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ കുറേ നേതാക്കന്മാരെ എനിക്ക് തീരെ പിടിക്കില്ല. അതാണ് പ്രശ്നം. ഈ ഇപ്പോൾ VK നായർ സാറിനും അതുപോലെ തന്നെ ലീഡർ സാറിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നർമ്മബോധം ഉണ്ടായിരുന്നു, എത്ര വലിയ കാര്യങ്ങളെ. അദ്ദേഹത്തിനോട് 30 വർഷങ്ങൾ അല്ല 40 വർഷങ്ങളെ തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് ഇന്നും വിഷുക്കാലത്ത് ഒരു ഭയങ്കര വൈറലായ ഒരു ക്ലിപ്പാണ്. അത്രയും നർമ്മബോധം ഉണ്ടായിരുന്നു, അത്രയും ലൈറ്റ് ആയിട്ടായിരുന്നു വലിയ വിഷയങ്ങൾ എടുത്തിരുന്നത്. അങ്ങനെയുള്ള ഒരു ബോധ്യം കൂടിയുണ്ടല്ലോ, അത് മിസ്സാവുന്നത് ഇപ്പോഴത്തെ നേതാക്കളിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നേതാക്കന്മാർ തമ്മിലൊന്നും ഒരു പാർട്ടിയിൽപ്പെട്ടവർ തമ്മിലേ, പിന്നെയല്ലേ മറ്റേ പാർട്ടിയിലുള്ളവർ. ഞാൻ കഴിഞ്ഞ മാസം കണ്ണൂർ പോയപ്പം ഞാൻ ശാരദ ആൻറ്റീനെ കാണാൻ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ സത്യം ഞാൻ എനിക്ക് കരയണം തോന്നിയോടിയിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കണ്ട് കവളത്ത് ഉമ്മ വെച്ച്, എന്നിട്ട് അവരുടെ ഓഫീസ് റൂമിലൊരു ഫോട്ടോ വെച്ചിട്ടുള്ളത്, നായനാർ സാറ് നടുവിൽ, അച്ഛൻ ഇപ്പുറത്ത്, ആൻറ്റി ഇപ്പുറത്ത്. ആ ഫോട്ടോ വെച്ചിരിക്കുക അവിടെ. ആ ഒരു ബന്ധം ഇന്നത്തെ എത്ര നേതാക്കന്മാർ തമ്മിലുണ്ട്. ഡൽഹിയിൽ
എനിക്കറിയാം അച്ഛന് ബന്ധമുള്ള നേതാവ്. കാരണം ഞാൻ അമ്മ മരിച്ച പിന്നെ അച്ഛൻ്റെ കൂടെ ഞാനായിരുന്നു 17 കൊല്ലം. എനിക്ക് അച്ഛന് ഇവരൊക്കെ ആയിട്ടുള്ള ആത്മബന്ധം എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കണ്ടു വളർന്ന എനിക്ക് ഈ തമ്മിൽ പോലും ഒരേ പാർട്ടിയിൽ നിന്നിട്ട് പോലും ആത്മാർത്ഥമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ, ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അച്ഛൻ്റെ ഇത് ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഒരു TV എനിക്ക് നാണക്കേടായിട്ട് എന്തൊരു, അന്ന് അവരൊന്നും ഇതിലൊരു റോളും ഇല്ല. ആകെ ആ DC പ്രസിഡന്റ് മാത്രമാണ് ഓടി നടന്ന്. പക്ഷെ അതിൻ്റെ സമയമായപ്പോൾ ഇടിച്ചടി. പിന്നെ വേറെ സങ്കടം എനിക്കുണ്ടായത്, അച്ഛൻ്റെ സ്മാരക മന്ദിരത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ നടന്ന് എല്ലാവരെയും കണ്ടു. ഒരാൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. പാർട്ടിയിൽ പ്രസംഗിക്കും, ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം, കഴിഞ്ഞു. വേറൊരു നേതാവ് എൻ്റെ പിന്നിലിരുന്ന്, ഒരു യുവ നേതാവ് പറഞ്ഞ്, അങ്ങോർക്ക് എന്തിനാ ഇത്ര വലിയ കെട്ടിടമൊക്കെ, ഒരു ചെറിയ ഒരു റൂമോ എന്തെങ്കിലും കെട്ടിയാൽ പോരെയെന്ന്. ഞാൻ കേട്ടു എന്നുള്ള അയാൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതൊക്കെ എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യം. ഇപ്പോൾ തൃശ്ശൂർ കോട്ടയുടെ അവിടെ വെച്ചിട്ടുള്ള പ്രതിമയിൽ ഒരു ബൾബ് സ്ഥാപിക്കാൻ പോലും ഒരുപാട് ശ്രമിക്കേണ്ടത്. ഞാൻ കുറേ പ്രാവശ്യം ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നപ്പോൾ ഞാൻ തന്നെ അത് കഴുകി, ഞാൻ തന്നെ പിള്ളേരെ വെച്ച്, നമ്മുടെ പിള്ളേരുണ്ട് കുറച്ച്, അവർക്ക് പൈസയും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് ഞാനാ വൃത്തിയാക്കിക്കുക. ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ല. തൃശ്ശൂർ ഇത്രയും കാലം അച്ഛൻ്റെ ഒരു റോഡിനെ ഒരു പേരിട്ടുണ്ടാരെങ്കിലും ഇല്ല. അപ്പം മനസ്സിലായാൽ മതി, കെ കരുണാകരനോട് അവഗണന കാണിച്ചവർക്ക് പിന്നെ ഞാനൊക്കെ എന്താ. ഇപ്പം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു സൂത്രം ഒക്കെ ഉണ്ടല്ലോ, അതായത് അച്ഛൻ്റെ പേരുമ ഉപയോഗിക്കുന്നത്. കോൺഗ്രസിൽ അത് വളരെ പ്രസിദ്ധവുമാണ്. ഏതാണ്? അച്ഛൻ്റെ പേരുമ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്നെയാണ് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ തൊട്ടേയുള്ള പേര്. പക്ഷെ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം വെച്ച് അച്ഛന്റെ പേര് ഇപ്പൊ കെ പത്മജ എന്നോ പത്മജ കെ എന്നോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കുതിച്ചുചാട്ടം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നതിന്റെ സാഹചര്യം മനസ്സിലായത്. ബോധപൂർവ്വം അതെന്താ ഒഴിവാക്കിയത്? അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പൊതുവെ ഭർത്താവിൻ്റെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കെ കരുണാകരൻ്റെ മകളെന്ന് എല്ലാവർക്കും അതെ. പിന്നെ എൻ്റെ നെറ്റിയിൽ എഴുതി വെക്കേണ്ടല്ലോ എൻ്റെ കാര്യം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേര് അത് ഞാൻ മാറ്റൂല മരിക്കുന്നവർ. അത് എന്ത് ലാഭത്തിന് എന്തിനു വേണ്ടിയിട്ടായാലും ഞാനത് മാറ്റില്ല. അത് മുരളിയേട്ടനും അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ തറവാട്ട് പേരാ വെക്കുക, അമ്മയുടെ തറവാട്. കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ കോവിത്തൽ. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ല. ഈ സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു സമവാക്യം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ല ഒരു അന്തരീക്ഷമല്ല ഇപ്പൊ മാധ്യമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ളത്. എന്താ സുരേഷ് ഗോപി മാധ്യമങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ചേച്ചി സംസാരിക്കുക? അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിനെ എനിക്ക് എത്രയോ കാലങ്ങളായിട്ട് അറിയാം. കുറച്ചൊന്നുമല്ല, കുറെ കാലങ്ങളായിട്ട്. അച്ഛൻ്റെ പിറന്നാളിന് പിന്നെ എപ്പോഴും വരും വീട്ടില്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ആ മകള് മരിച്ചപ്പോൾ പോലും വന്ന് സങ്കടം പറഞ്ഞ് കരഞ്ഞ എൻ്റെ അച്ഛൻ്റെ അടുത്താണ്. ഞാൻ ആ സ്ഥാനത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. എൻ്റെ അമ്മ മരിച്ച സമയം കൂടിയാണത്. എൻ്റെ അച്ഛൻ അന്ന് ആക്സിഡൻറ്റ് പറ്റി കിടപ്പ്. ഇതെല്ലാം എൻ്റെ അതൊന്നും ഞാൻ പുറത്തേക്ക് പറയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ മനുഷ്യന് ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പം കണ്ട, ഞാനിത് ചിലപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടി പറയും, ഇത് നീല കളറല്ല കേട്ടോ, ഇത് കറുപ്പാണ് പറഞ്ഞാൽ അങ്ങോട്ട് പറയും, അല്ല ഇത് നീല കളർ തന്നെയാണ്. അതായത് അയാൾ സത്യം പറയും. പിന്നെ ഭയങ്കരമായിട്ട് ഓപ്പണായിട്ടാണ് ഇത് പറഞ്ഞാൽ എനിക്ക് ദോഷമാണ്, അല്ലെങ്കിൽ ഞാൻ സത്യം പറയും, അതുകൊണ്ട് എനിക്ക് എന്ത് ദോഷം വന്നോട്ടെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് പണ്ട്. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരെ നമുക്ക് മാറ്റാൻ പറ്റും, ഓരോരുത്തരുടെ രീതിയല്ലേ. അപ്പം നമ്മളൊക്കെ രാഷ്ട്രീയക്കാരായിട്ട് വളർന്നുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെ പറയണം എങ്ങനെ പറയണ്ട എന്നുള്ളത്. അദ്ദേഹം വളരെ കാലിലായിട്ടുള്ള ആക്റ്റീവായിട്ട് വന്നിട്ട് അദ്ദേഹം ഇനി പഠിച്ചു വരണം. ഇത് അത്രയും എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് കാണുമ്പോൾ എനിക്കും വിഷമം തോന്നാറുണ്ട്. കാരണം പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ കാണുന്ന കണ്ണ് ശരിക്കുള്ള സുരേഷ് ഗോപിയാണ് ഞാൻ കാണുമ്പോൾ. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരനെയല്ല ഞാൻ കാണുന്നത്. അയാളൊരു പച്ചയായ മനുഷ്യൻ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് അയാൾ. ഈ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതെപ്പോഴെങ്കിലും ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്? തോന്നിയിട്ടുണ്ട്. കാരണം അത് പൊതുവെ ഏത് പെണ്ണുങ്ങളെ ജയിച്ചു വന്നിട്ടില്ല, വളരെ കോൺഗ്രസിൽ അതാണ് പാരമ്പര്യം. ഇപ്പൊ ആ ബിന്ദു കൃഷ്ണ ഏറ്റവും നല്ലൊരു വർക്കറാണ്. ഷാനിമോൾ ഉസ്മാനാണ്. അവർക്ക് ഇതുവരെ ജയിക്കാൻ പറ്റിയോ? ഷാനിമോള് മാത്രം ഉപതെരഞ്ഞെടുപ്പിൽ എന്നെല്ലാവരും കൂടി, ഇല്ലെങ്കിൽ നാണക്കേടാ, കോൺഗ്രസ് നാണക്കേട്, അതുകൊണ്ട് അന്ന് ജയിപ്പിച്ചു എന്നല്ലാണ്ട് പിന്നെ ഒരു പെണ്ണിനെ അവർ ജയിക്കാൻ വിടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കൊണ്ടാണ്
അച്യുതാനന്ദനെതിരെ ലതികേനെ കൊണ്ടിട്ട് എന്തൊരാണ് നിൽക്കാത്ത അവിടെ. അപ്പം അത് തോക്കാനുള്ളതാണ്. പെണ്ണുങ്ങൾ നിന്നാ ആ സീറ്റ് അങ്ങനെ ആയിക്കോട്ടെ. പെണ്ണുങ്ങളല്ലേ അത് ഏറ്റെടുത്തുള്ളൂ നിൽക്കാൻ. ലതിക ആയതുകൊണ്ടാണ് അത് ഏറ്റെടുത്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കണേ. അതെ. അതിന് ഞാൻ എപ്പോഴും പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ നേർച്ചക്കോഴികളാണ് കോൺഗ്രസ്സിൽ. അവർക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അവർക്ക് അവിടെയൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടിടും. പിന്നെ എൻ്റെ പറ്റിയത് വേറൊരു കാര്യം കൂടി ഉണ്ട്. തൃശ്ശൂർ പേരൊന്നും ഞാൻ പറയില്ല, പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കുള്ളൂ. അവിടെ ഒരു നേതാവുണ്ട്, അദ്ദേഹം മാത്രമേ അവിടെ ജയിക്കാൻ പാടുള്ളൂ. അപ്പം അദ്ദേഹം സ്നേഹിച്ച് നിന്ന് നമ്മളെ പറ്റിക്കും, ദേഷ്യപ്പെട്ട് നിന്ന് പറ്റി, രണ്ടും. അയാളല്ലാണ്ട് ആരും അയാൾ മരിക്കുന്നവരെ ജയിക്കാൻ പാടില്ല. അതാണ് കാര്യം. അപ്പോൾ ഇത്രയും കൊല്ലം ഇവരുടെ ഇടയിൽ കിടന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒക്കെ അയാൾ വെച്ച ആളാണ്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ലേ. ആ സ്ഥലത്താണ് ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് വലിയ നിരാശയില്ല. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ നിന്നിട്ട്. അതാണ് എല്ലാവരും പറയും നല്ലൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത് അന്നും എന്താ പറയണ്ടത്, BJPയുടെ വോട്ട് വാങ്ങിയിട്ടും പിടിച്ചിട്ടൊക്കെയാണ് കോൺഗ്രസ്സുകാർ അന്ന് അവിടെ ജയിച്ചിരുന്നത്. ഇപ്പം BJPയിൽ എത്തിയപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു, അങ്ങനെ ഒരാളുള്ള സ്ഥലത്ത് എന്നെ ശരിക്കും കൊണ്ട് ഇട്ട് അങ്ങർക്ക് ഇപ്പം ഞാനെന്നല്ല വേറെ മുരളിയേട്ടൻ വന്നില്ലേ. മുരളിയേട്ടൻ വന്ന എന്തുകൊണ്ട് മുരളിയേട്ടൻ മൂന്നാമത് പോയി? മുരളിയേട്ടൻ ഇല്ല എന്നൊക്കെ പറയും സൂചിപ്പിക്കാൻ വേണ്ടി. ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാവത്തിന് അതേ പറയാൻ പറ്റുള്ളൂ. ആളെയും നല്ലോണം പറ്റിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് വരുന്ന സമയത്ത്, അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മുരളിയേട്ട ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്, മുരളിയേട്ടനെ അവർ പറ്റിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ വരില്ല, ഞാൻ പറ്റിങ്ങ അമ്മയുടെ അച്ഛൻ്റെ അവിടുത്തെ കല്ലും കൂടി എടുത്തോണ്ട് പോയാലോ എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ ആള് എങ്ങനെയാണ് അവിടെ എത്തിയെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇപ്പോഴും എൻ്റെ സഹോദരൻ അത് മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞാൽ അങ്ങോരെ എന്നെ അടുത്ത് ചീത്ത വിളിക്കുന്നത് എനിക്കറിയാം. അത് കരുതി തന്നെയാണ് ഞാൻ പറയണം. അദ്ദേഹവും BJPയിലേക്ക് വരും ഭാവിയിൽ, അതിനുള്ള സാധ്യതകൾ കാണുന്നു എന്നൊക്കെ അന്ന്. അദ്ദേഹം ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല.